അപ്പോൾ സോളിൻ്റെ ലെവൽ 4 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇവിടെ 11 ലൂപ്സാണ് കാണുക. ഇനി നമ്മൾക്ക് ഈ സോള് ജോയിൻ ചെയ്യാം. സോള് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിനെ ഇങ്ങനെ തിരിച്ച് നമ്മൾക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് വർക്ക് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനത്തെ രീതിയിൽ ഇതിനെ മടക്കണം. ഇതിനെ മടക്കി നമ്മളുടെ ഈ ഇതിൻ്റെ അകത്ത് ഉള്ള സ്റ്റിച്ചസ് വെച്ച് നമ്മൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഇതിനെ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഈ ലൂപ്പിൽ തന്നെ ഇൻസേർട്ട് ചെയ്യാം. എന്നാലേ ഇവിടെ ജോയിൻ ആവും. ഇതിൻ്റെ ഇപ്പുറത്തെ ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഗ്രീൻ യാണിനെ യാൺ ഓവർ ചെയ്തെടുത്ത് ഈ 3 ലൂപ്സിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പുൾ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത 2 ലൂപ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഈ 2 അകത്ത് കൂടി പുൾ ചെയ്യുക. അടുത്ത 2 എണ്ണത്തിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ 3 അകത്ത് കൂടി പുൾ ചെയ്യുക. അങ്ങനെ ഇവിടെ മൊത്തം സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്ത ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഈ ലെവൽ മൊത്തം സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഗ്രീൻ യാണ് ഇവിടെ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൂപ്പായിരിക്കുമ്പോൾ യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി എടുത്ത് ഇവിടെ ഒരു നോട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളുടെ സോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത് തിരിച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇത് പ്രോപ്പറായി ഒരു സോക്സിൻ്റെ സോളായി മാറി. ഇനി നമ്മൾക്ക് ഈ വൈറ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ റോ 11. ഇനി നമുക്ക് റൗണ്ട് 12ലേക്ക് കടക്കാം. ഇനി റൗണ്ട് 12ലേക്ക് കടക്കാം. ഇതാണ് റൗണ്ട് 12. റൗണ്ട് 12 മൊത്തം നമ്മൾക്ക് 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 18 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമുക്ക് ഈ വൈറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ബാക്കി 20 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമുക്ക് ഈ ഗ്രീനിൻ്റെ ചുറ്റും ചെയ്തെടുക്കണം. എന്നിട്ട് മൊത്തം ഈ റൗണ്ടിൽ 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നേരത്തെ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഈ വൈറ്റ് യാൺ വെച്ചാണ് ഈ റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രീന് ചുറ്റും, ഈ ഗ്രീനിലൊരു കറക്റ്റ് സ്ഥലത്ത് ഒരു ഇങ്ങനെ സ്റ്റിച്ചൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഏകദേശം ഭംഗിയുള്ള രീതിയിൽ ചെയ്യണം. നമുക്ക് മൊത്തം 20 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഈ ഗ്രീനിൻ്റെ ചുറ്റും ഉണ്ടാക്കണം. എന്നിട്ട് മൊത്തം ഈ റൗണ്ടിൽ 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത ശേഷം കാണാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ഇങ്ങനെ കറക്റ്റായ ഒരു സ്ഥലത്ത് നമുക്കൊരു സ്റ്റിച്ച് ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾ ഏകദേശം എന്ന രീതിയിൽ 10 ഡബിൾ ക്രോഷ്യ ഈ 2 ഭാഗത്തുമായി 10-10 20 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാം. എന്നിട്ട് കാണാം. അപ്പോൾ ഈ ഗ്രീനിൽ മൊത്തം 20 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തു. അപ്പോൾ ഇതാ കണ്ടോ, നല്ല നീറ്റായി വന്നു. ഇനി നമുക്ക് നോർമൽ രീതിയിൽ തന്നെ ഈ ഓരോ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ 10 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് 18 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഈ വൈറ്റിലെ ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. മൊത്തം ഈ റൗണ്ട് കഴിയുമ്പോൾ 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കാണും. 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ഫസ്റ്റ് വൈറ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തില്ലേ, ആ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഈ റൗണ്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മളുടെ റൗണ്ട് 12 കംപ്ലീറ്റ് ആയി. ഇനി 13ഉം 14ഉം സെയിം ആണ്. ഈ വൈറ്റ് യാൺ വെച്ച് തന്നെ 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഇങ്ങനെ ചെയ്തെടുക്കാം. അതുകൂടാതെ 13ഉം 14ഉം നമ്മൾ വൈറ്റ് യാൺ വെച്ച് ചെയ്ത് അതേപോലെ തന്നെ 15th റോ ഗ്രീൻ യാൺ വെച്ച് നമ്മൾക്ക് സെയിം 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാം. അപ്പോൾ ഈ വൈറ്റ് യാൺ കംപ്ലീറ്റ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞ് 15th റോ ഗ്രീൻ സ്റ്റിച്ച് വെച്ച് 38 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാം. അപ്പോൾ ഈ ഓരോ റോ ചെയ്ത് കഴിയുമ്പോഴും 3 ചെയിൻസ് ഇട്ട് വേണം അടുത്ത റോ ചെയ്യാൻ. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്ത് അങ്ങനെ അടുത്ത 3 റോസ് കഴിഞ്ഞ് നമ്മൾക്ക് കാണാം.
അപ്പോൾ എല്ലാ റൗണ്ട്സ് പോലെ തന്നെ ആദ്യം തന്നെ 3 ചെയിൻ സ്റ്റിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ച്, ഫസ്റ്റ് സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. അതിനായി യാൺ ഓവർ ചെയ്ത്, ഇതാണ് ഡബിൾ ക്രോഷ്യൻ്റെ പോസ്റ്റ്, ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നീഡിൽ കൊണ്ടുവന്ന് യാൺ ഓവർ ചെയ്ത് പോസ്റ്റിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി എടുക്കുക. യാൺ ഓവർ ചെയ്ത് അടുത്ത രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി എടുത്താൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. യാൺ ഓവർ ചെയ്ത് അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ പോസ്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സൂചി കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്ത് ഈ പോസ്റ്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ യാൺ എടുക്കുക. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ച് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. അതിനായി യാൺ ഓവർ ചെയ്ത് പോസ്റ്റിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടെ പുൾ ചെയ്യുക. ബാക്കി രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി. ഇനി അടുത്തത് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. യാൺ ഓവർ ചെയ്ത് പോസ്റ്റിൻ്റെ ബാക്കിലേക്ക് എടുക്കുക. പോസ്റ്റിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പുൾ ചെയ്യുക. രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. ബാക്കി രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് 2 റോസ്, അതായത് റൗണ്ട് 16ഉം 17ഉം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം കാണാം. നിങ്ങൾക്ക് ഡബിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് പോയി ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് തറവായി പഠിച്ചതിന് ശേഷം മാത്രം ഇതിൽ ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണാം. അപ്പം ഞാൻ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയും ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയും ഓൾട്ടർനേറ്റായി ചെയ്ത് 2 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം മൊത്തം നമ്മളുടെ സോക്സിൽ 17 റൗണ്ട്സാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് സോക്സിൻ്റെ റിബ് കുറച്ചും കൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 റൗണ്ട്സും കൂടി ഇതേ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റൗണ്ട്സും പോലെ തന്നെ ഈ ആദ്യം ചെയ്ത 3 ചെയിൻസിലെ മുകളിലെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. മുകളിലെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു. ഞാൻ ഈ യാൺ ഇവിടെ കട്ട് ചെയ്തു, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ലൂപ്പിൻ്റെ അകത്ത് കൂടി ഈ കട്ട് ചെയ്ത ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്തിട്ട് ഇവിടെ ടൈറ്റായി കെട്ടി വെക്കുക. ഇനി ഈ കെട്ടി വെച്ച ഇങ്ങനെ പുറകിലേക്ക് എടുത്ത് ഈ നീഡിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കോർത്ത് എടുത്താൽ മതി, കാണാത്ത വിധത്തിൽ. അല്ലെങ്കിൽ ഒരു നോർമൽ ടേപ്പിസ്ട്രി നീഡിൽ വെച്ചിട്ട് കോർത്തെടുത്താലും മതി. അപ്പം അത് നിങ്ങളുടെ ഏതാണോ കംഫർട്ടബിൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സോക്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് കുറച്ചൊന്ന് ഈ 1-2 സ്റ്റിച്ചസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. Knit with Ammu എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് Knit with Ammu.